ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 3 ഗ്യാരണ്ടികളെങ്കിലുമാണ്. പിറന്ന മണ്ണിൽ അന്തസ്സും ആത്മാഭിമാനവുമുള്ള മനുഷ്യരായി ജീവിക്കുന്നതിനുള്ള ഗ്യാരണ്ടി, ഭരണഘടന അന്യോന്യം അപങ്കുരം സംരക്ഷിക്കപ്പെടും എന്ന ഗ്യാരണ്ടി, ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഗ്യാരണ്ടി. ഈ 3 ഗ്യാരണ്ടികളെങ്കിലും സംലഭ്യമാകുമ്പോഴാണ് ഇന്ത്യ എന്ന സമഗ്രത സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊള്ളയായിട്ടുള്ള ഗ്യാരണ്ടികളല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യം. അതിന് ബദലായി 3 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികളാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത്. അതിൽ ആദ്യത്തേത് പിറന്ന മണ്ണിൽ അഭിമാനത്തോടും അന്തസ്സോടും ജീവിക്കാനുള്ള ഗ്യാരണ്ടി. രണ്ടാമത്തേത് ഭരണഘടന സംരക്ഷിക്കുമെന്നുള്ള ഗ്യാരണ്ടി. മൂന്നാമത്തേത് ഭരണഘടനയിൽ പറയുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമെന്നുള്ള ഗ്യാരണ്ടി. ഈ 3 ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടിക്ക് പകരമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത് എന്നുള്ള വളരെ പ്രസക്തമായ വാക്കുകളാണ് കെ രാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം മുഴുവനായി കേൾക്കാം. 1946 ഡിസംബർ 11 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒരു ഒബ്ജക്റ്റീവ് പ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത്. ഇന്ത്യ എന്തായിരിക്കണമെന്ന് ഭരണഘടനയുടെ ആമുഖം വ്യക്തമാക്കുന്നു. അവിടെയാണ് നാം ആദ്യമായി മേൽ സൂചിപ്പിച്ച അമൂല്യരത്നങ്ങളെ കാണുന്നത്. നമ്മുടെ ജീവശ്വാസമായ ഭരണഘടന ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. അതിന്റെ പൗരന്മാർക്ക് തുല്യനീതി, അവസര സമത്വം, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പു നൽകുന്നു. ഒപ്പം സാഹോദര്യം വളർത്താനും വൈവിധ്യങ്ങളെ അംഗീകരിക്കാനുമുള്ള ശ്രമങ്ങളും നടത്തുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ അവിശ്വസനീയമാം വിധം പ്രഭയുള്ള ഒരു രാഷ്ട്രമായി മാറുന്നത്. ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്ക് വേണ്ടി ഒരു ഭരണഘടനയുണ്ടാക്കി നമുക്ക് തന്നെ പ്രദാനം ചെയ്യുമ്പോൾ അതൊരിക്കലും മതബദ്ധമായ ഒരു രാഷ്ട്രബോധത്തിന്റെ അടിസ്ഥാനത്തിലേ ആയിരുന്നില്ല. രാഷ്ട്രത്തിന് മതമില്ല എന്നും ജനങ്ങൾക്ക് തങ്ങളുടെ മതവും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ജീവിക്കാമെന്നുമാണ് മതനിരപേക്ഷ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രമൂല്യം. അതൊരു തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു. കാരണം മതബദ്ധമായ ഒരു രാഷ്ട്രത്തിന് യാതൊരു വിധത്തിലും വളരാനും വികസിക്കാനും കഴിയില്ല എന്നും അതിവേഗം ആ രാഷ്ട്രം ഛിന്നഭിന്നമായി പോകുമെന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള 389 അംഗങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയൊരു ദുരന്തം സമീപ ഭാവിയിൽ മാത്രമല്ല വിദൂര ഭാവിയിൽ പോലും ഇന്ത്യക്ക് സംഭവിക്കരുത് എന്നതായിരുന്നു അവരുടെ നിർബന്ധം. അതുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകം കൊണ്ട് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ജീവിതത്തിന്റെ തത്വങ്ങളായി അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയാണ്. അതിനെ പരസ്പരം വേർപ്പെടുത്താനും കഴിയില്ല. ഇന്ത്യയുടെ മതേതരത്വ മനസ്സിൽ വിള്ളലുണ്ടാക്കി മനുഷ്യരെ തമ്മിൽ വിഭജിപ്പിച്ച് ഒരു മതരാഷ്ട്രമാക്കി പരിവർത്തനപ്പെടുത്താൻ കഴിയുമോ എന്ന ശ്രമം ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലെ ഇന്ത്യ പൂർണ്ണമായ അർത്ഥത്തിൽ മതനിരപേക്ഷ രാഷ്ട്രമാണ്. ഒരു കാലത്തും അതിനെ ഒരു മതരാഷ്ട്രമാക്കി സംവിധാനം ചെയ്യാൻ സാധിക്കുകയില്ല. ഇന്ത്യയെ മതരാഷ്ട്രമാക്കി പരിവർത്തനപ്പെടുത്താനുള്ള നീക്കങ്ങളെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പവിത്രമായ നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ ബഹുസ്വരതയിലും സഹിഷ്ണുതയിലും അടിയുറച്ച പൈതൃകങ്ങളെയും വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളെയും അട്ടിമറിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ഇന്ത്യയുടെ ആത്മാവാണ് ശ്രേഷ്ഠമായ ഭരണഘടന. അത് അസ്ഥിരപ്പെട്ടാൽ ഇന്ത്യ ഇല്ലാതാണ്. വർഗീയമായ വേർതിരിവുകളല്ല, മനുഷ്യനെന്ന ഉയർന്ന വർഗബോധമാണ് നമ്മളെ നയിക്കേണ്ടത്. വർഗീയതയ്ക്കുള്ള യഥാർത്ഥ ചികിത്സ വർഗ ഐക്യമാണ്. ആത്മാഭിമാനവും ജനാധിപത്യ ബോധവുമുള്ള മനുഷ്യവർഗം എന്ന നിലയിൽ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി അക്ഷീണം എത്തിക്കാൻ നമുക്കുള്ള അനിവാര്യമായ ചുമതലയെക്കുറിച്ച് ഈ കാലം നമ്മളെ കൂടുതൽ ബോധവാന്മാരാക്കുന്നു. സ്ഥിതിസമത്വമാണ് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു അമൂല്യരത്നം. തുല്യനീതിയും അവസര സമത്വവുമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്നതുകൊണ്ട് നാം ആത്യന്തികമായി ലക്ഷ്യമിടുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത സോഷ്യലിസ്റ്റ് എന്ന പദം കേവലം ഒരു അലങ്കാരത്തിനു വേണ്ടി എഴുതി ചേർത്തതല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള മഹാരഥന്മാർ സമയമെടുത്ത് നല്ലതുപോലെ ചിന്തിച്ചും കൂടിയാലോചിച്ചും സ്വീകരിച്ച ആശയമാണ്.
നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് വീക്ഷണവും മതേതരത്വ കാഴ്ചപ്പാടും ദേശകാലങ്ങളെ അതിജീവിക്കുകയും അതിന്റെ പ്രസക്തി ലോകമുള്ള കാലത്തോളം നിലനിൽക്കുകയും ചെയ്യും. സോഷ്യലിസവും മതേതരത്വവും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പുതിയ കാലത്തിന്റെ ശക്തികളോട് സന്ധിയില്ലാത്ത പോരാട്ടത്തിന് സജ്ജരാകുന്നതിനും ഭരണഘടനയുടെ വെളിച്ചം വീണ്ടെടുക്കുന്നതിനും നെഹ്റുവിന്റെ ആശയങ്ങൾ നമുക്ക് മാർഗദീപമാകണം. സർക്കാർ വികാസ് എന്ന ആശയവും വികസിത ഭാരത് എന്ന ആശയവും മൂർത്തമാകണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സമഗ്രവും സമ്പൂർണവുമായ ഒരു വികസന മാതൃക സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേരളം സർവതല സ്പർശി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസന നയസമീപനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ലോകത്തിന്റെ പ്രശസ്ത നേടിയ കേരള മോഡൽ പുതിയ കാലത്തിലേക്ക്, പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. നിസ്വരായവർക്ക് കൂടി വികസനത്തിന്റെ ഗുണം ലഭിക്കണം. ക്ഷേമാശ്വാസ പദ്ധതികൾ ശക്തിപ്പെടുത്തിക്കൊണ്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ വരുന്ന ഒരു കാലം, ആധുനിക വ്യവസായത്തിന്റെയും വളർച്ച സാധ്യമാക്കുന്ന കാലം, സാമൂഹ്യ നേട്ടങ്ങളിൽ നിന്ന് പിന്നോക്കം പോകാതെ വ്യവസായിക വളർച്ചയിലും ആധുനിക തൊഴിൽ മേഖലയിലും കുതിപ്പുണ്ടാക്കുന്ന വിജ്ഞാന സമൂഹ സൃഷ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതുവഴി കേരളം കാലോചിതമായ വികസിത സമൂഹങ്ങൾക്കൊപ്പം ചേരുകയാണ്. സംസ്ഥാനത്തിന്റെ അധികാരം നാൾക്കുനാൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഫെഡറലിസം ഏറ്റവും കടുത്ത വെല്ലുവിളികളെ നേരിടുമ്പോഴും നവലിബറൽ നയങ്ങൾക്ക് ഒരു ബദലായി തന്നെ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ നിലനിർത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപസംഹരിക്കുകയാണ്. 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 3 ഗ്യാരണ്ടികളെങ്കിലുമാണ്. പിറന്ന മണ്ണിൽ അന്തസ്സും ആത്മാഭിമാനവുമുള്ള മനുഷ്യരായി ജീവിക്കുന്നതിനുള്ള ഗ്യാരണ്ടി, ഭരണഘടന അന്യോന്യം അപങ്കുരം സംരക്ഷിക്കപ്പെടും എന്ന ഗ്യാരണ്ടി, ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഗ്യാരണ്ടി. ഈ 3 ഗ്യാരണ്ടികളെങ്കിലും സംലഭ്യമാകുമ്പോഴാണ് ഇന്ത്യ എന്ന സമഗ്രത സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. ഈ നാടിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ രക്തം കൊണ്ടും ജീവൻ കൊണ്ടും സ്വയം സാക്ഷ്യമായി തീർന്ന മഹാമനുഷ്യരുടെ ആത്മത്യാഗത്തിന്റെ മഹനീയമായ പാഠങ്ങൾ ഈ ആഘോഷവേളയിൽ നാം വീണ്ടും ഓർമ്മിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങൾ ചെറുതോ വലുതുമാകട്ടെ, അവയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രത്തിന് വലിയ കരുത്തു പകരുക എന്നതാണ്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ക്ഷേമരാഷ്ട്ര സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് നമ്മുടേതായ പങ്കുവഹിക്കാനുണ്ട്. നമ്മുടെ രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന അഭിമാനകരമായ ഈ സുദിനത്തിൽ രാഷ്ട്ര സേവനത്തിനു വേണ്ടി അതിർത്തികളിൽ അധ്വാനിക്കുന്ന ജവാന്മാരെയും നമ്മെ അന്നമൂട്ടുന്ന കർഷകരെയും കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങൾ നേടിയ മഹത് പ്രതിഭകൾക്കും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരങ്ങൾ നേടിയവർക്കും ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ നേടിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഇന്ന് ഈ ചടങ്ങിൽ ആദരിക്കപ്പെടുന്ന വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ഞാൻ സർവാത്മന അഭിനന്ദിക്കട്ടെ. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും പുലരുന്ന, എല്ലാവരുടെയും ശബ്ദം കേൾക്കപ്പെടുന്ന, എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന, സഹിഷ്ണുതയും ബഹുസ്വരതയും വൈവിധ്യമാർന്ന പൈതൃകങ്ങളെയും ഉൾച്ചേരുന്ന ജീവസും ചൈതന്യവും നിറഞ്ഞ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് നമുക്ക് അക്ഷീണം എത്തിക്കാമെന്ന ആഹ്വാനത്തോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും ഏറെ സന്തോഷത്തോടെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയും ചെയ്യുന്നു.